അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ നാട്ടുകാരെ, പ്രിയപ്പെട്ട SKSSFൻ്റെ സമസ്തയുടെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ കീഴിൽ SKSFൻ്റെ കീഴിൽ സംസ്ഥാനത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ആദർശം അമാനത്താണ് എന്ന ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ്റെ ഭാഗമായി എല്ലാ മേഖലകളിലും സംഘടന ആദർശ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു ആദർശ സമ്മേളനത്തിൻ്റെ സംഗമവേദിയിലാണ് നമ്മളിവിടെ നരിക്കുനിയിൽ സംഗമിച്ചിട്ടുള്ളത്. കേരളക്കരയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുഖത്ത് നിന്ന് വിശുദ്ധ ഇസ്ലാമിനെ നേരിൽ കാണാനും കേൾക്കാനും പഠിക്കാനും പകർത്താനും ഭാഗ്യം സിദ്ധിച്ച ഒരു ജനത എന്ന നിലയ്ക്ക് സ്വച്ഛന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴ പോലെ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ നാടിൻ്റെ ഒരുമയ്ക്ക് വേണ്ടി, ഈ നാടിൻ്റെ സാഹോദര്യത്തിനു വേണ്ടി നാനാജാതി മതവിഭാഗങ്ങളോട് രമ്യതയോടെ, സ്നേഹത്തോടെ, ഒരുമയോടെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്നത്. ഈ നാട്ടിൽ അനൈക്യത്തിൻ്റെയോ ശൈഥില്യത്തിൻ്റെയോ അതുപോലെയുള്ള വിഭാഗീയ ചിന്തതക്കോ ഇടമില്ലാത്ത വിധത്തിൽ ഈ നാട്ടിലെ മനുഷ്യരെ മുഴുവനും മനുഷ്യരായി കാണുകയും എല്ലാവരും ഏകോദര സഹോദരങ്ങളായി വർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമായിരുന്നു ഈ നാടിനുണ്ടായിരുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധങ്ങളായ ആദർശ പ്രസ്ഥാനങ്ങൾ ഉണ്ടായപ്പോഴും വിവിധങ്ങളായ ചിന്താ പ്രസ്ഥാനങ്ങളും ഐഡിയോളജികളും ഇവിടെ പ്രവർത്തിച്ചപ്പോഴും കേരളത്തിൽ അത്തരം വിവാദങ്ങളോ അത്തരം പ്രശ്നങ്ങളോ ഇവിടെ ഉണ്ടായില്ല എന്നതാണ്. അതിൻ്റെ കാരണം എന്നാൽ ക്രാന്തദർശിത്വമുള്ള പരിപക്വരായ പണ്ഡിതന്മാർ ഈ നാടിനും ഈ സമൂഹത്തിനും എന്തൊക്കെയാണോ വേണ്ടത് ആ വേണ്ടയളവിൽ നൽകാൻ മാത്രം പ്രാപ്തരായ ഒരു പണ്ഡിത വ്യൂഹം ഈ നാട്ടിനുണ്ടായി എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ശൈഥില്യങ്ങളുടെയോ അനൈക്യത്തിന്റെയോ വിഭാഗീയതയുടെയോ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുഖത്ത് നിന്ന് വിശുദ്ധ ഇസ്ലാമിനെ നേരിൽ കാണാനും കേൾക്കാനും പഠിക്കാനും പകർത്താനും ഭാഗ്യം സിദ്ധിച്ച മഹാന്മാരായ സ്വഹാബികൾ ഈ നാട്ടിൽ നട്ടുവളർത്തിയിട്ടുള്ള ഈ മതം ഇന്ന് കേരളത്തിന്റെ ജനസംഖ്യയിലെ ഏകദേശം 30% വളർന്നു വികസിച്ചിട്ടുള്ള ഈ ജനതക്കിടയിൽ അനൈക്യത്തിന്റെ ശൈഥില്യത്തിന്റെ ചില മതപരമായിട്ടുള്ള വിഭാഗീയതയുടെ കാരണങ്ങൾ ഉടലെടുക്കുന്നത് 1930കളിൽ 20കളിലും 30കളിലുമാണ്. 921 മലബാർ കലാപാനന്തരമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ അനൈക്യത്തിന്റെ ശൈഥില്യത്തിന്റെ ശബ്ദങ്ങൾ ഉയരുന്നത്. അത്തരമൊരു കാലഘട്ടത്തിൽ, അത്തരമൊരു സന്ദർഭത്തിൽ ഈ നാട്ടിലെ മുഅ്മിനീങ്ങളുടെ, ഈ നാട്ടിലെ മുസ്ലിങ്ങളുടെ ഈമാനിന്റെ പരിരക്ഷണത്തിനു വേണ്ടി, ഈ നാട്ടിലെ മുസ്ലിങ്ങളുടെ ഈമാനികമായ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ക്രാന്തദർശികളായ പണ്ഡിതന്മാർ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാരവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ മുസ്ലിം മുഖ്യധാര പണ്ഡിതന്മാർ ഈ നാടിലെ പാരമ്പര്യ ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട 1926 ജൂൺ 26 രൂപീകരിച്ചിട്ടുള്ള പണ്ഡിത സഭയുടെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ നാട്ടിൽ നിർവഹിച്ചിട്ടുള്ള ദൗത്യങ്ങളിലെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഈ നാടിന്റെ മതപരമായ സാഹോദര്യവും, ഈ നാടിന്റെ സഹവർത്തിത്വവും,
ഈ നാട്ടിൽ കാലങ്ങളായി നിലനിന്നുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ ഇസ്ലാമിന്റെ ഒരു വഴിയുണ്ട്. മഹാന്മാരായ മമ്പുറം തങ്ങളും അതുപോലെ ഉമർ ഖാദിയും മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമും ഒക്കെ ഉൾപ്പെടുന്ന ഈ നാടിന്റെ പാരമ്പര്യ പണ്ഡിതന്മാർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സാഹോദര്യത്തിന്റെ, രമ്യതയുടെ, ഉൾക്കൊള്ളലിന്റെ, ഇൻക്ലൂസീവ്നെസിന്റെ ആ ഒരു വഴിയെ ചേർത്തു നിർത്താനുള്ള ശ്രമങ്ങൾ. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ മുസ്ലിങ്ങളുടെ ഈമാൻ കൊള്ള ചെയ്യപ്പെടാതിരിക്കാൻ, ബിദ്അത്തിന്റെ തെറ്റായ വഴികളിലേക്ക്, ബിദ്അത്തിന്റെ തെറ്റായ ചിന്തകളിലേക്ക് ഈ നാട്ടിലെ മുസ്ലിങ്ങളുടെ ഈമാൻ പോകാതിരിക്കാൻ എങ്ങനെയാണോ പരിശുദ്ധ പ്രവാചകൻ സ്വഹാബികൾക്ക് ഈ മതത്തെ പകർന്നത്, സ്വഹാബികൾ താബിഈങ്ങൾക്ക് എങ്ങനെയാണോ ഈ മതത്തെ പകർന്നത്, താബിഈങ്ങൾ തബഉ താബിഈങ്ങൾക്ക് എങ്ങനെയാണോ ഇതിനെ കൈമാറിയത്, അങ്ങനെ തലമുറകളിലേക്ക് എങ്ങനെയാണോ ഈ മതം പ്രചരണം ചെയ്യപ്പെട്ടത്, അതിൽ യാതൊരു വൈകല്യവും യാതൊരു പ്രശ്നവുമില്ലാതെ അതിന്റെ പ്യൂരിറ്റിയോടുകൂടി അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്ന അതിമഹനീയമായ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ വന്നപ്പോ സ്വാഭാവികമായും സമസ്തക്ക് ഒരു പ്രത്യേകമായ ഒരു ഐഡിയോളജിയെ ഈ നാടിന് പരിചയപ്പെടുത്തേണ്ടി വന്നിട്ടില്ല. ഈ നാടിന്റെ മുമ്പിൽ ഇതാണ് ഞങ്ങളുടെ ഐഡിയോളജി എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ ആദർശം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഐഡിയോളജിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം സമസ്തക്ക് വന്നിട്ടില്ല. കാരണം ഈ നാട്ടിലെ പാരമ്പര്യ ഇസ്ലാം കഴിഞ്ഞ 13 നൂറ്റാണ്ടുകാലമായി ലോകത്തുടനീളം നിൽക്കുന്ന മുസ്ലിം മഹാഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഈ പാരമ്പര്യത്തിന്റെ പരിശുദ്ധിയുടെ മതം, ഈ മതത്തെ പ്രതിനിധാനം ചെയ്യുക എന്നതാണ്, പാരമ്പര്യ മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുക എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദൗത്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ നാട്ടിൽ അതിനിടയിൽ പുതിയ പുതിയ പല വാദങ്ങളും വന്നു. സലഫിസം വന്നു, വഹാബിസം വന്നു, അതുപോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘങ്ങൾ വന്നു. ഈ സംഘങ്ങൾ വന്നപ്പോ അവരുടെ അപകടങ്ങളെ കുറിച്ച്, അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഈ നാട്ടിലെ മുസ്ലിങ്ങളായി കാണാത്ത, അതുപോലെ തന്നെ ഇതര മതസ്ഥരും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ തച്ചു തകർക്കുന്ന വിധത്തിലുള്ള തീവ്രവാദ സംവിധാനങ്ങൾ വന്നു. ഇതിനെയൊക്കെ ഈ ജനതയ്ക്ക് മുമ്പിൽ, ഈ നാടിന് മുമ്പിൽ, ഈ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിച്ച്, ഇതാ വിശ്വാസികളെ, നിങ്ങളുടെ ഈമാൻ തകരാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ സൗഭാഗ്യമായി കാണുന്നത് അയാളുടെ ഈമാനാണ്. ആ ഈമാൻ തകർക്കപ്പെടുക എന്നത്, ആ ഈമാൻ തസ്കരക്കൂട്ടങ്ങളാൽ കൊള്ള ചെയ്യപ്പെടുക എന്നത് ഒരു മുസ്ലിമിന് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ബിദ്അത്ത് എന്ന് പറയുന്നത് പലപ്പോഴും, നവീനവാദം എന്ന് പറയുന്നത് പലപ്പോഴും, ഉൽപ്പതിഷ്ണു ചിന്ത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ഈമാനിനെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വഹാബിസം വന്നപ്പോ അതിന്റെ അപകടത്തെക്കുറിച്ച് ഈ നാടിനെ തെര്യപ്പെടുത്താൻ, ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നിൽ നിന്നു. അതുപോലെ ഏറ്റവും അപകടകരമായ രീതിയിൽ രംഗപ്രവേശം ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി 1941 ജനാബ് അബ്ദുൽ ആല മൗദൂദിയുടെ നേതൃത്വത്തില് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്ന സമയത്ത്, അഭിവക്ത ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അതിന്റെ അപകടങ്ങളെ കുറിച്ച് ഈ നാടിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു പണ്ഡിത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മീഡിയ 1 ചാനലിലൂടെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ മാധ്യമം ദിനപത്രത്തിലൂടെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഒരു ജമാഅത്തെ ഇസ്ലാമി അല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ അണിയറക്ക് പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. തികച്ചും അപകടകരമായ മുസ്ലിങ്ങളും മറ്റു മതവിഭാഗങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ ഏറ്റവും കൂടുതൽ പരോക്ഷമായി, ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ച നല്ല ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിൽ ഇസ്ലാമിന്റെ പ്രബോധന സാധ്യതയെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപകടപ്പെടുത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ പേരുകൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിൽ പലരും മനസ്സിലാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയമായ ചില നിലപാടുകളുടെ പേരിൽ, രാഷ്ട്രീയമായ ചില ഐഡിയോളജിയുടെ പേരിൽ മാറി നിൽക്കുന്നവരാണ് എന്നതാണ്. അല്ല,
ഇസ്ലാമിന്റെ യഥാർത്ഥമായിട്ടുള്ള ഓരോ ആശയങ്ങൾക്ക് മുകളിലും കൈവച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ ഉടലെടുത്തിട്ടുള്ളത്. ലോകത്തുടനീളം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി, അതിന്റെ സഹോദര സംഘടനയായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡ്, അതുപോലെ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്നൊക്കെ അറബിയിൽ പറയപ്പെടുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള അപകടങ്ങൾ ചില്ലറയല്ല. ഇവര് വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി 1941 രൂപീകരിക്കപ്പെടുമ്പോ ജമാഅത്തിന്റെ സ്ഥാപകനായിട്ടുള്ള അബുൽ അല മൗദൂദി ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞത്, മുസ്ലിങ്ങളോട് പറഞ്ഞത് ഇതാ: ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം, മതേതരത്വം, അതുപോലെ ദേശീയത തുടങ്ങിയ കാര്യങ്ങൾ അംഗീകരിക്കുക എന്നത് ഒരു മുസ്ലിമിന് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ശിർക്ക് സംഭവിക്കുന്നതാണ്. 2023 കഴിഞ്ഞതിന്റെ തൊട്ടു മുന്നത്തെ വർഷം വരെ ജമാഅത്തെ ഇസ്ലാമി വ്യാപകമായി വിതരണം ചെയ്തിട്ടുള്ള അവരുടെ ബുക്ക് സ്റ്റാളുകളിൽ വാങ്ങാൻ കിട്ടുന്ന അവരുടെ ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ അവർ ഒരാൾ ജമാഅത്തെ ഇസ്ലാമിയിൽ അംഗമാകാനുള്ള മാനദണ്ഡം പറഞ്ഞിട്ടുള്ളത് ഇതാ: ഭൗതികമായ ആധുനിക ജനാധിപത്യ മതേതരത്വ സംവിധാനങ്ങൾക്കിടയിലെ ഏതെങ്കിലും ഒരു കോടതിയിലോ, ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ, ഏതെങ്കിലും ഒരു നിയമസഭയിലോ, ഏതെങ്കിലും ഒരു പാർലമെന്റിലോ അങ്ങനെ ഈ ഭൗതികമായ സംവിധാനങ്ങളുടെ, ഇവിടുത്തെ ഭരണകൂടങ്ങളുടെ എന്തെങ്കിലും ഒരു ആനുകൂല്യത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട് എങ്കിൽ ആ തസ്തിക രാജിവെച്ചു വേണം ജമാഅത്തെ ഇസ്ലാമിയിൽ നിങ്ങൾ മെമ്പർമാരാകാൻ. വല്ല കുഞ്ചിക സ്ഥാനവും നിങ്ങൾ മതേതര സംവിധാനത്തിനകത്ത് വഹിക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് രാജിവെച്ച് വേണം നിങ്ങൾ ജമാഅത്തിലേക്ക് വരാനെന്ന് ഭരണഘടനയിൽ വ്യക്തമായി എഴുതി വെച്ച ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ, ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് പൊതുസമൂഹം തെറ്റിദ്ധരിക്കുന്നതിൽ ഒരുപാട് പങ്കുവഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്ത് നിസ്കാരവും തമ്മിലുള്ള ബന്ധം പോലെ കടലും കടലാടിയും പോലെയുള്ള ഒരു ബന്ധമാണ്. യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുക എന്നതിനപ്പുറത്ത് യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയങ്ങളെ വികലമായി, വികൃതമായി, തെറ്റായി അവതരിപ്പിക്കുക എന്ന ഒരു സംവിധാനമാണ് അബുൽ അല മൗദൂദി പരീക്ഷിച്ചിട്ടുള്ളത്. മൗദൂദിക്ക് ഈ ആശയം കിട്ടിയത് ഇസ്ലാമിക പണ്ഡിതന്മാരല്ല, എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒരു ഗുരുനാഥനിൽ നിന്ന് പഠിക്കാനുള്ള സൗഭാഗ്യം പോലും കിട്ടാതെ പോയി കേവല പുസ്തകങ്ങൾ മാത്രം വായിച്ചു പഠിച്ച് അങ്ങനെ ഇസ്ലാമിനെ ഗുരുവര്യന്മാരിലൂടെയല്ലാതെ, സനദുകളിലൂടെയല്ലാതെ, പാരമ്പര്യത്തിലൂടെയല്ലാതെ പല ഭൗതിക ചിന്താഗതിക്കാരുടെയും ഭൗതിക ചിന്തകന്മാരുടെയും ആശയങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്നത് തന്നെ. കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായിട്ടുള്ള ആ കാലഘട്ടത്തിലെ നിയാസ് ഫത്ഹുപൂരി എന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ കാണാം, മൗദൂദിയുടെ ചരിത്രം പറയുന്നിടത്ത് കാണാം, നിയാസ് ഫത്ഹുപൂരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്റെ ആശയങ്ങളിൽ, ആചാരങ്ങളിൽ, അയാളുടെ ചിന്താഗതികളിൽ ആകൃഷ്ടനായിട്ടാണ് അബുൽ അല മൗദൂദി വളർന്നത്. ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഓരോ ആശയങ്ങളിലും കമ്മ്യൂണിസത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികതയുടെ, ഇസ്ലാമിനെ ആ നിലക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ലോകത്തെ മുസ്ലിങ്ങളോട് പറഞ്ഞു, ഇതാ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം പറഞ്ഞെടുത്ത്. ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ആരാധ്യൻ അല്ലാഹു മാത്രമാണ്. അതിനപ്പുറം ആരാധ്യൻ അല്ലാഹുവാണ് എന്ന അർത്ഥത്തിന് പകരം ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നൽകിയ അർത്ഥം അനുസരിക്കപ്പെടേണ്ടവൻ അല്ലാഹു മാത്രമാണ്. അഥവാ നിങ്ങൾ ഇവിടുത്തെ ഭൗതിക കോടതികളെ അംഗീകരിച്ചാൽ, ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ അംഗീകരിച്ചാൽ, ഇവിടുത്തെ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ അംഗീകരിച്ചാൽ തീർച്ചയായും നിങ്ങൾ ശിർക്കിന്റെ വക്താക്കളായി മാറുന്നതാണ്, നിങ്ങൾ ശിർക്ക് സംഭവിച്ചവരായി മാറുന്നതാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, നമുക്കൊക്കെ അറിയുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരുപാട് പൊതുതെരഞ്ഞെടുപ്പുകൾ നടന്നുപോയി. ഒരുപാട് പൊതുതെരഞ്ഞെടുപ്പ് നടന്നപ്പോ ആ പൊതുതെരഞ്ഞെടുപ്പുകളിലൊക്കെ വോട്ട് ചെയ്യുന്നത് ഷിർക്കാണ്, ഹറാമാണ്, താഗൂത്തിയൻ സമ്പ്രദായത്തിന്, ദൈവേതര ശക്തികൾക്ക് കൂട്ടുനിൽക്കലാണ് എന്ന് പറഞ്ഞിട്ട്
ജമാഅത്ത് പ്രവർത്തകർ വോട്ട് ചെയ്യാൻ പാടില്ല, അത് ഇസ്ലാമിന് വിരുദ്ധമാണ്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, അത് ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പച്ചക്ക് പറയുകയും പ്രസംഗിക്കുകയും ആഹ്വാനം ചെയ്യുകയും ഇലക്ഷൻ ബഹിഷ്കരിക്കുകയും ചെയ്ത ഒരു സംവിധാനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. അവരാണ് ഇന്ന് വെൽഫെയർ പാർട്ടിയിൽ എത്തി നിൽക്കുന്നത്. ഞാൻ അവരെ രാഷ്ട്രീയമായി വിമർശിക്കുകയല്ല. ഒരു കാലത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞവർ, അതുപോലെയുള്ള സംവിധാനങ്ങളോട് സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ, ഇന്ന് ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ, ദേശീയതയുടെ വക്താക്കളായി വേഷം കെട്ടിയിട്ട് ഇവിടെ വരുമ്പോ നമ്മൾ എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളുടെയും പിന്നിൽ, ഇതിന് സാധാരണഗതിയിൽ പറയാറുണ്ട്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ഒരു നാട്ടില് ഒരു 5-6 ഉണ്ടാവുള്ളൂ, വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ഈ ക്ലോസറ്റിലെ വെള്ളം പോലെയാണ്, അത് താഴുമില്ല ഉയരുമില്ല, ഒരേ ലെവലിലായിരിക്കും അത് ഉണ്ടാകുക. എത്ര ആയാലും അത് ആ ലെവലിലുണ്ടായി. എന്നാൽ ഇതുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളുടെയും ഇടയിൽ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ കൗശലം പ്രയോഗിക്കുന്നത് കാണാം. അതിന്റെ കൗശലം പ്രയോഗിക്കുന്നത് കാണാം. മഹാനായ നാട്ടിക മൂസ മുസ്ലിയാരെ ഒരു ഉദാഹരണം പറയാറുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച്. പണ്ട് 2 കണ്ണ് കാണാത്ത ആളുകള്, 2 കണ്ണ് കാണാത്ത മനുഷ്യന്മാർ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയി. അവിടുന്ന് അവരിങ്ങനെ പോകുന്ന സമയത്ത്, 2 ആളും കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, 3-ാമനായ ഒരു ജമാഅത്തുകാരൻ, നാട്ടിക ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇവരെടുത്തു വന്നു. വന്നിട്ട് ഒരു പൊതി ഇങ്ങനെ കാണിക്കുന്നവര്, ഇതാ ഇത് നിങ്ങൾ 2 ആളും കൂടി എടുത്തോളിന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ 2 ആളും കൂടി എടുത്തോളിന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും കുറെ നടന്നു. അവരവരുടെ വീടുകളിലേക്ക് തിരിയാൻ സമയത്ത് ഒരുത്തൻ മറ്റവനോട് ചോദിച്ചു, അല്ല നേരത്തെ മറ്റാൾ തന്ന ആ പൊതി എവിടെയെന്ന്. അപ്പൊ ഇവൻ ചോദിച്ചാ, ഇജ്ജിന്നെ കളിയാക്കല്ലേ, എൻ്റെ അടുത്തല്ലേ തന്നത്, എൻ്റെ അടുത്ത് തന്നില്ല. 2 പേരും അതിന്റെ പേരിൽ വഴക്കിടുന്നു. കാരണം ഒരാൾ വിചാരിച്ചു മറ്റാളെടുത്ത് കൊടുത്തിട്ടുണ്ട്, മറ്റാൾ വിചാരിച്ചു ഇയാളെടുത്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം ഈ പ്രശ്നക്കാരനായ ആള് 2 ആളെടുത്തും പൊതി എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടില്ല. ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കിടയിൽ, സാമുദായിക രാഷ്ട്രീയ സംവിധാനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളുടെയും ഇടയിൽ ഒരു പ്രശ്നക്കാരനായി, ഒരു കുത്തിത്തിരിപ്പുകാരനായി വന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ജനാബ് അബ്ദുൽ നാസർ മഅദനി ISS രൂപീകരിച്ച അദ്ദേഹത്തിന്റെ വൈകാരികമായിട്ടുള്ള ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നതിന്റെ ആ വൈകാരികത ഇന്ത്യയിലുടനീളം നിലനിൽക്കുന്നതിനെ, അതിന്റെ വൈകാരികതയിൽ അടിമപ്പെട്ടുകൊണ്ട് അദ്ദേഹം ISS രൂപീകരിക്കുന്ന ഒരു പശ്ചാത്തലം വന്നു. ഇത് ഞാൻ വെറുതെ ഇവിടത്തെ നരിക്കുനിയിലെ സ്റ്റേജിൽ നിന്നിട്ട് പറയുകയല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിട്ടുള്ള അബ്ദുള്ള, അദ്ദേഹത്തിന്റെ ഇമ്രാന എന്ന വമ്പച്ചി എന്നുള്ള പുസ്തകത്തിൽ ഈ സംഭവം വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അബ്ദുൽ നാസർ മഅദനി 1990-കളിലെ ISS രൂപീകരിക്കാൻ രംഗത്ത് വന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി. നിരന്തരം നയാഗ്ര വെള്ളച്ചാട്ടം പോലെ കുതിച്ചു ചാടുന്ന അദ്ദേഹത്തിന്റെ വാഗ്ധോരണികൾക്ക് മുമ്പിൽ ആളുകളുടെ രോമകൂപങ്ങളെ എടുത്തു പിടിക്കത്തക്ക വിധത്തില് ആളുകളെ വൈകാരികതയുടെ ആ മുൾമുനയിലേക്ക് കൊണ്ടുപോകുന്ന പ്രത്യേകമായ പ്രസംഗ പാഠവം കേട്ടിട്ട് അബ്ദുൽ നാസർ മഅദനിയുടെ ISSന്റെ പിന്നാലെ 1000-കണക്കിന് ചെറുപ്പക്കാർ ചേർന്നു. സ്വാഭാവികമായും പ്രത്യേകമായ ഒരു ലക്ഷ്യമോ, ഒരു പ്രത്യേകമായ എയിമോ, ഒരു പ്രത്യേകമായ ആശയമോ ഇല്ലാതെ ഒരാൾക്കൂട്ടത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അബ്ദുൽ നാസർ മഅദനി ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം അബ്ദുൽ നാസർ മഅദനിയെ പാട്ടിലാക്കാൻ ശ്രമിച്ചു. നാസർ മഅദനിയോട് പറഞ്ഞു, അബ്ദുൽ നാസർ മഅദനി, നിങ്ങൾക്ക് എന്തൊക്കെ ആശയങ്ങൾ വേണോ, നിങ്ങൾക്ക് എന്തൊക്കെ സഹായങ്ങൾ വേണോ, ജമാഅത്തെ ഇസ്ലാമി ഇവിടെയുണ്ട്, നിങ്ങൾക്ക് തരാം. അബ്ദുൽ നാസർ മഅദനി അത് കേട്ട് കുറച്ച് സഞ്ചരിച്ചപ്പോഴാണ് നാസർ മഅദനിക്ക് തോന്നിയത്,
ഇത് വലിയ പുകിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലക്ഷക്കണക്കിന് ഈ യുവാക്കളെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. മാത്രമല്ല, ഈ യുവാക്കൾ വൈകാരികത കടിമപ്പെടുന്നതിന്റെ അപകടങ്ങളെ കുറിച്ച് അദ്ദേഹം തിരിച്ചറിയാൻ തുടങ്ങി. ജമാഅത്തെ ഇസ്ലാമിയുടെ വെള്ളിമാട് കുന്നിലെ പ്രബോധനത്തിന്റെ ഓഫീസിലേക്ക് അബ്ദുൽ നാസർ മഅ്ദനി വന്നു. അബ്ദുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്, പ്രബോധനത്തിന്റെ ഓഫീസിലേക്ക് അബ്ദുൽ നാസർ മഅ്ദനി വന്നിട്ട് ജമാഅത്ത് നേതാക്കളെ കണ്ടിട്ട് പറഞ്ഞു, ഇതാ എനിക്ക് ISSുമായി ഇത് നടക്കാൻ എനിക്കാവുന്നില്ല. ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് ഗൾഫിലേക്ക് പോയിട്ട് അവിടെ മറ്റു വല്ല ദഅ്വാ പ്രവർത്തനങ്ങളുമായിട്ട് കൂടാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വിദേശത്തേക്ക് പോകുകയാണ്. ISS ഞാൻ പിരിച്ചുവിടാൻ പോവുകയാണ് എന്ന് അദ്ദേഹത്തിന് അന്നേ വരെ ഗൈഡൻസ് നൽകിയ ജമാഅത്തെ ഇസ്ലാമിയുടെ നാസർ മഅ്ദനി പറഞ്ഞു. ആ സമയത്ത് ജമാഅത്ത് നേതാക്കൾ, ജമാഅത്തിന്റെ അന്നത്തെ അമീർ ഉൾപ്പെടെയുള്ളവര് അബ്ദുൽ നാസർ മഅ്ദനിയെ പിടിച്ചിട്ട് പറഞ്ഞു, അബ്ദുൽ നാസർ മഅ്ദനി, നിങ്ങളിപ്പോ ISS ഒഴിവാക്കിയിട്ട് പോകാൻ പാടില്ല. നിങ്ങളെ ഈ നാടിന് ആവശ്യമുണ്ട്, ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്, ഈ ജനതക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എന്തെന്തൊക്കെ സഹായങ്ങൾ വേണോ ആ സഹായങ്ങൾ മുഴുവനും നൽകാൻ ജമാഅത്തെ ഇസ്ലാമി ഒരുക്കമാണ്. നിങ്ങളുടെ പിന്നിൽ ലക്ഷക്കണക്കിന് 10,000-കണക്കിന് യുവാക്കളുണ്ട്. ആ യുവാക്കളുടെ ഊർജ്ജസ്വലതയെയും ക്രിയേറ്റിവിറ്റിയെയും നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാസർ മഅ്ദനി, നിങ്ങൾ പിന്തിരിയാൻ പാടില്ല. നിങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ജമാഅത്തെ ഇസ്ലാമി ഒരുക്കി തരുമെന്ന് അന്നത്തെ ജമാഅത്തിന്റെ അമീറുമാര് നാസർ മഅ്ദനിയോട് പറഞ്ഞു. ആ സാധുവായ മനുഷ്യൻ അതിൽ വിശ്വസിച്ചു. അങ്ങനെ ആ സംവിധാനവുമായി മുന്നോട്ട് പോയി. ഇന്ന് ആ പാവപ്പെട്ട മനുഷ്യൻ ദുർബലനായി, ആരോഗ്യ വിഷയത്തിലൊക്കെ വളരെ വഷളായ അവസ്ഥയിൽ നിൽക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യന് ഇவ்விധം ആർക്കും പറ്റാത്ത വിധത്തിൽ ഈ സമുദായം മാറ്റി നിർത്തുന്ന ഇടത്തേക്ക്, പൊതുസമൂഹം മാറ്റി നിർത്തുന്ന ഇടത്തേക്ക്, കോടതികളാൽ, നിയമങ്ങളാൽ, മറ്റു ഭരണകൂടങ്ങളാൽ വേട്ടയാടപ്പെടുന്ന വിധത്തിലേക്ക് ആ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി വഹിച്ച പങ്കുകളെ കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ഇടപെടലുകളെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്തത സഹചാരി, അതിന്റെ നേതൃസ്ഥാനത്ത് ഇരുന്നവർ തന്നെ വെളിപ്പെടുത്തിയത് പിൽക്കാലത്ത് കാണാം. ഒരു കാലത്ത് ഇന്ത്യൻ പാർലമെന്റിൽ നിറഞ്ഞു നിന്ന മഹാവ്യക്തിത്വമായിരുന്നു മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെഡ് സാഹിബ്. 1948 മാർച്ച് 10 മദിരാശിയിലെ രാജാജി ഹാളിൽ മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ആ രാജാജി ഹാളിൽ ഖായിദെ മില്ലത്തിന്റെ ഒപ്പം നിന്നിട്ട് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ മുന്നാക്കാവസ്ഥയ്ക്ക് വേണ്ടി, ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ ഉയർച്ചക്കും ഉയർപ്പിനും ഉദ്ധാനത്തിനും നവോത്ഥാനത്തിനും വേണ്ടിയിട്ട് പണിയെടുത്ത് പ്രയത്നിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന നിഷ്കളങ്കനായ സ്വാത്വികനായ ഒരു മനുഷ്യനായിരുന്നു മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെഡ് സാഹിബ്. പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളെ, ഈ സമുദായത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പാർലമെന്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ശബ്ദങ്ങളെ, അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടമെത്തിയപ്പോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ചില നേതാക്കളുമായി വൈയക്തികമായ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോ ആ പ്രശ്നങ്ങളിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും മാധ്യമം ദിനപത്രവും വളരെ മനോഹരമായ രീതിയിൽ, വളരെ കുതന്ത്രപരമായ രീതിയിൽ എന്ന് പറയാം, അതിലിടപെട്ടു. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ഇബ്രാഹിം സുലൈമാൻ സെഡ് സാഹിബിനെ സ്വാധീനിക്കാൻ തുടങ്ങി. അദ്ദേഹം പരസ്യമായി ശിഹാബ് തങ്ങൾക്കെതിരെ, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനെതിരെ പരസ്യമായി പ്രസ്താവനകൾ ഇറക്കുന്നത് മാധ്യമം ദിനപത്രം 5-6 വാർത്തകളായി 90കളുടെ തുടക്കത്തിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. മഹാനായ ആ മനുഷ്യനെ, ആ ആത്മാർത്ഥതയുള്ള ആ മനുഷ്യനെ നിരന്തരം മണിയടിച്ചും നിരന്തരം അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചും അദ്ദേഹത്തെ വശംവദരാക്കിയും ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗുമായി ഇബ്രാഹിം സുലൈമാൻ സെഡ് സാഹിബിനെ അകറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ചന്ദ്രികയുടെ പത്രാധിപരായിട്ടുള്ള CP സൈദലവി ചന്ദ്രികാ ദിനപത്രത്തിൽ ഒരിക്കൽ 1 മാസം തുടർച്ചയായി എഴുതിയ ഒരു ലേഖനമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഒരു
ചളിയും കലരാത്ത പരിശുദ്ധ നെയ്യ്. ഇന്നും അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു ചളിയും കലരാത്ത പരിശുദ്ധ നെയ്യ് ചന്ദ്രികയിൽ 1 മാസം 30 ദിവസം തുടർച്ചയായി വന്ന ലേഖന പരമ്പരയാണ്. ആ ലേഖന പരമ്പരയിൽ പറയുന്നുണ്ട് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിനെ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി വഴിതെറ്റിച്ചു കൊണ്ടുപോയത് എന്ന്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾക്ക് വല്ലാത്ത ഹൈപ്പ് നൽകി, അതിനെ വല്ലാത്ത ബൂസ്റ്റ് ചെയ്തു. അവസാനം അദ്ദേഹം മുസ്ലിം ലീഗുമായി അകന്നപ്പോ ഉണ്ടായ ചിത്രങ്ങൾ നമുക്കറിയാം. ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ, ആരും തിരിഞ്ഞു പോകാൻ നോക്കാത്ത അവസ്ഥയിൽ സമുദായം ഒന്നടങ്കം മഹബൂബേ മില്ലത്ത് എന്ന് വിളിച്ച ഒരു മനുഷ്യനെ ആർക്കും വേണ്ടാത്ത നിലയിൽ, ആരും അറിയാത്ത വിധത്തിൽ മരിച്ചു പോകത്തക്ക വിധത്തിൽ മഹാനായ സേഠ് സാഹിബിനെ ഈ സമുദായത്തിൽ നിന്ന് മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘ സംവിധാനത്തെ തകർക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ തളർത്തുന്നതിൽ അതിമഹത്തായ പങ്ക് എന്ന് കൊട്ടേഷൻ ഇട്ട് പറയത്തക്ക വിധത്തിൽ പങ്കുവഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇന്ന് നമ്മൾ പലപ്പോഴും മുസ്ലിം സമുദായങ്ങളുടെ സമുദായ രാഷ്ട്രീയ സംഘ സംവിധാനങ്ങൾക്കിടയിൽ, ഇവിടുത്തെ മതസംഘടനകൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ കാണുമ്പോ, അല്ലെങ്കിൽ അതുപോലെയുള്ള തർക്ക വിതർക്കങ്ങളുടെ വാർത്തകൾ വരുമ്പോ അതിൽ ഒരു പക്ഷത്ത് മനോഹരമായി ഇടം പിടിച്ചിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി മീഡിയ വണ്ണും. എങ്ങനെയാണ് ഈ സമുദായത്തിൽ ഛിദ്രതയുണ്ടാക്കുക എന്നത് വളരെ ആസൂത്രിതമായി നടത്തുകയും അതിലൊരു പക്ഷത്തെ ബൂസ്റ്റ് ചെയ്യുകയും അതിനെ ഹൈപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവം ഇന്നും ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കുതന്ത്രങ്ങളെ ഈ സമുദായം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് കേവലം രാഷ്ട്രീയ സാമുദായിക വിഷയങ്ങളിൽ മാത്രമല്ല, മതപരമായ വിഷയങ്ങളിൽ. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മുസ്ലിങ്ങളുടെ നിസ്കാരം, മുസ്ലിങ്ങളുടെ നോമ്പ്, മുസ്ലിങ്ങളുടെ സക്കാത്ത്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആരാധനാകർമ്മങ്ങളെ ഓരോന്നും കളങ്കപ്പെടുത്താൻ, അതിനെ മറ്റൊരു രീതിയിലേക്ക് വികലമാക്കി ചിത്രീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ തുടക്കം മുതൽ ശ്രമിച്ചത് കാണാം. അബുൽ അല മൗദൂദി അദ്ദേഹത്തിന്റെ ഖുതുബാത്തിൽ എഴുതി വെക്കുന്നത്, നിസ്കാരം എന്ന് പറഞ്ഞാൽ, നോമ്പ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രം ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കാൻ വേണ്ടി, ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ നടത്തുന്ന സൈനിക പരിശീലനത്തിന്റെ പേരാണ് നിസ്കാരം എന്ന് എഴുതി വെച്ച മനുഷ്യനാണ് അബുൽ അല മൗദൂദി. ഇപ്പൊ സക്കാത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ കുതന്ത്രമാണ് ഈ നാട്ടിലെ കച്ചവടക്കാർ, ഈ നാട്ടിലെ വ്യവസായികൾ, ഈ നാട്ടിലെ സമ്പന്നരായ ആളുകളുടെ സക്കാത്തിനെ അതിസമർത്ഥമായി ചൂഷണം ചെയ്ത് പിരിച്ചെടുത്തിട്ട് അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ മറ്റാവശ്യങ്ങൾക്ക് ഇസ്ലാമികമായ രീതിയിലല്ലാതെ വിതരണം ചെയ്യുന്ന വളരെ തന്ത്രപൂർവമുള്ള ഒരു സംവിധാനം ബൈത്തുസ് സക്കാത്ത് എന്ന പേരിൽ ആരംഭിക്കുകയും സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന, സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന, സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകളെ അതിൻ്റെ മുന്നിൽ നിഷ്കളങ്കരായ ആ മനുഷ്യരെയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് ഇതിന്റെ അപകടങ്ങളെ കുറിച്ച് തിരിച്ചറിയാത്ത സാഹചര്യങ്ങളിൽ, അവർക്ക് ഇതേക്കുറിച്ച് ബോധമില്ലാത്ത സന്ദർഭങ്ങളിൽ അത്തരം വ്യക്തികളെ വെച്ചിട്ട് ഇതാ ബൈത്തുസ് സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു പദ്ധതി ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തിന്റെ മുമ്പിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളുള്ളത്. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മുടെ നാടുകളിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാകർമ്മമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിലെ ആരാധനാകർമ്മമാണ്. അതൊരു കേവലമായ ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരല്ല, കേവല ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരല്ല സക്കാത്ത് എന്നത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി സക്കാത്തിനെ വെറും ഒരു ചാരിറ്റി പ്രവർത്തനമാക്കിയിട്ട് മാറ്റാനാണ് ഇപ്പോൾ ഇവിടെ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ജമാഅത്തെ ഇസ്ലാമി സക്കാത്തുമായി ബന്ധപ്പെട്ടത്? അതിന്റെ ഭരണഘടനയിൽ പച്ചക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഭരണഘടനയിൽ ജമാഅത്തെ ഇസ്ലാമി വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് സക്കാത്ത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്നത് എന്ന്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ കാണാം, ഓരോ ജമാഅത്ത് പ്രവർത്തകനും അവരുടെ സമ്പത്തിന്റെ സക്കാത്ത് പ്രാദേശിക ബൈത്തുൽ മാലിൽ അടക്കേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ അവരുടെ സക്കാത്ത്
അവരുടെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്, അതിൽ അടക്കേണ്ടതാണ്. രണ്ടാമത്തേത് ഭരണഘടനയുടെ അടുത്ത ഖണ്ഡിക പ്രാദേശിക ബൈത്തുൽ മാൽ കേന്ദ്ര ബൈത്തുൽ മാലിൽ ലയിപ്പിക്കേണ്ടതാണ്. മൂന്നാമത്തെ ഖണ്ഡിക കേന്ദ്ര ബൈത്തുൽ മാലിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടതാണ്. ഈ സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ സക്കാത്തിനെ കുറിച്ച്, സക്കാത്ത് പാവപ്പെട്ട മനുഷ്യർക്ക് നൽകേണ്ട സക്കാത്തിനെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക്, എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാ പ്രവർത്തനം? വെൽഫെയർ പാർട്ടിയുടെ പ്രചരണം, മാധ്യമം ദിനപത്രത്തിന്റെ നഷ്ടം നികത്തുക, മീഡിയ വൺ ചാനൽ നടത്തിക്കൊണ്ടുപോകുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് വിനിയോഗിക്കാമെന്ന് സ്വന്തം ഭരണഘടനയിൽ എഴുതി വെച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. നമ്മൾ വെറുതെ പറയല്ല. ഈയിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ ഷൂറ അംഗമായ ഖാലിദ് മൂസ നദ്വി, അദ്ദേഹം സീദാവൂദ് എന്ന് പറയുന്ന മീഡിയ വൺ കൈകാര്യം ചെയ്യുന്ന സീദാവൂദിന്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ് ഈ ഖാലിദ് മൂസ നദ്വി. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ ഷൂറ അംഗമാണ്. അദ്ദേഹം ഈയിടെ ഇറക്കിയിട്ടുള്ള ഒരു പ്രസ്താവനയിൽ അദ്ദേഹത്തിന്റെ ഒരു എഴുത്ത് കാണാം. മീഡിയ വൺ ചാനൽ തുടങ്ങുമ്പോ, മാധ്യമം പത്രം തുടങ്ങുമ്പോ സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ സംവിധാനങ്ങൾ തുടങ്ങിയത്. നിരവധി ജമാഅത്തെ ഇസ്ലാമി അംഗങ്ങൾ അതിലേക്ക് അങ്ങനെ സംഭാവനകൾ കൊടുക്കുക, അങ്ങനെ സക്കാത്ത് കൊടുത്തു എന്ന് അദ്ദേഹം പച്ചക്ക് പറയുന്നത് കാണാം. നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടേണ്ട സക്കാത്തിന്റെ വിഹിതത്തെ സ്വന്തം സംഘടനാ പ്രവർത്തനങ്ങൾക്ക്, ചാനലുകൾ നടത്തുന്നതിന് വേണ്ടി, പത്രം നടത്തുന്നതിന് വേണ്ടി, വെൽഫെയർ പാർട്ടി പോലെയുള്ള, അല്ലെങ്കിൽ ഓർത്തു നോക്ക്, ഇവിടെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായ സാധാരണഗതിയിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാന പാർട്ടികൾ നടത്തുന്ന പ്രചരണ കോലാഹലങ്ങളെ കവച്ചു വെക്കത്തക്ക വിധത്തിലുള്ള പ്രചരണ കോലാഹലങ്ങൾ സംഘടിപ്പിക്കാൻ വെൽഫെയർ പാർട്ടിക്ക് എവിടുന്ന് ഫണ്ട് വരുന്നു? ഒറ്റ ഉത്തരമാണ് കാര്യമായും നമുക്കതിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നത്. സക്കാത്തിന്റെ വിഹിതമാണ് എന്ന് ഭരണഘടനയിൽ നേരിട്ട് എഴുതി വെച്ച ഒരു പ്രസ്ഥാനമാണ്. പ്രബോധനം വാരികയുടെ 50-ാം വാർഷിക പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമി വ്യക്തമായി എഴുതി വെക്കുന്നുണ്ട്, ഇതാ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ധനാഗമന മാർഗങ്ങൾ 3 എണ്ണമാകുന്നു. ജമാഅത്തിന്റെ ധനാഗമന മാർഗങ്ങൾ 3 എണ്ണമാകുന്നു. 1 വരിസംഖ്യ, 1 പുസ്തക വിൽപ്പന, പുസ്തകങ്ങൾ കച്ചവടം ചെയ്യുക, 2 സക്കാത്ത്, 3 സംഭാവന. 3 എണ്ണമാകുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വരുമാന മാർഗം. 1 പുസ്തക കച്ചവടം, 2ാമത്തേത് സക്കാത്ത്, 3ാമത്തേത് സംഭാവന. ഇതുകൊണ്ട് ജീവിച്ചു പോകുന്ന, ഇതുകൊണ്ട് പാർട്ടി നടത്തുന്ന, പ്രസ്ഥാനം നടത്തുന്ന ഒരു സംഘടനയുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. ഇസ്ലാമിലെ സക്കാത്ത് എന്ന് പറയുന്ന സംവിധാനത്തെ പച്ചക്ക് വ്യഭിചരിക്കുകയും അതിനെ തെറ്റായ വഴിയിലേക്ക് നടത്തിക്കൊണ്ടുപോകുകയും ചെയ്തു എന്നതാണ്. ഇത് ഈ സമുദായം ഗുരുതരമായി കാണേണ്ട ഒന്നാണ്. ഇവിടെ സമൂഹത്തിലെ സമ്പന്നരായ ആളുകളുടെ മുമ്പിൽ വന്നിട്ട്, ഇതാ സക്കാത്ത് ഞങ്ങൾ ശാസ്ത്രീയമായി വിതരണം ചെയ്യും, അവകാശികളിലേക്ക് എത്തിക്കും. അവകാശികൾക്ക് ഇവിടുത്തെ മുതലാളിമാരായ ആളുകൾ കുറച്ചേ പാവങ്ങൾക്ക് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ കൊടുത്തത് കൊണ്ട് ആർക്കും ഉപകാരം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതാ ഞങ്ങൾ വ്യവസ്ഥാപിതമായി, ശാസ്ത്രീയമായി ഞങ്ങൾ സക്കാത്ത് വിതരണം ചെയ്യും. അതുകൊണ്ട് കച്ചവടക്കാരെ, വ്യവസായികളെ, വ്യാപാരികളെ, അതുപോലെ സമ്പന്നരെ, നിങ്ങൾ സക്കാത്ത് ഞങ്ങളുടെ സംവിധാനങ്ങളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് സക്കാത്ത് പിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ നിരവധി കർമ്മങ്ങൾക്കാണ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. സക്കാത്തിനെ അങ്ങനെ ഒരു ഇസ്ലാമിക ഗവൺമെന്റിന്റെ ഒരു ബദൽ സർക്കാർ, ഒരു ആൾട്ടർനേറ്റീവ് ഭരണകൂടമായി ഒരു ഭാഗത്ത് നിലനിന്നുകൊണ്ടിട്ട് അങ്ങനെ സക്കാത്ത് പിരിക്കാൻ ഒരു കമ്മിറ്റിക്ക് പിരിച്ചെടുക്കാനുള്ള അവകാശം ഇസ്ലാം വകവെച്ചു കൊടുക്കുന്നില്ല എന്നത് ഈ മതത്തിന്റെ നിയമമാണ്. ഒരു കമ്മിറ്റി സക്കാത്ത് പിരിച്ചെടുത്തിട്ട് അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യാനെന്ന പേരിൽ കുറച്ചാളുകൾക്ക് തയ്യൽ മെഷീൻ, കുറച്ചാളുകൾക്ക് ഓട്ടോറിക്ഷ, കുറച്ചാളുകൾക്ക് വീട്,
എന്നിട്ടോ സക്കാത്തിന്റെ വാർഷിക കണക്ക് വായിക്കുന്നത് കേൾക്കാൻ വലിയ രസ. ഒന്നാമത്തേത് മുൻ വർഷത്തെ ബാലൻസ്. സക്കാത്തിന്റെ വർഷാന്ത കണക്ക് അവതരിപ്പിക്കുകയാണ്. മുൻ വർഷ ബാലൻസ്. ഏത്? പട്ടിണി പാവങ്ങളുള്ള ഈ നാട്ടിൽ സക്കാത്തിന്റെ അവകാശികളായ ഫഖീറും മിസ്കീനും ഒക്കെ ഈ നാട്ടിൽ നിലകൊള്ളുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വഹാബികൾ ഉൾപ്പെടെയുള്ളവർ സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് മുൻ വർഷ ബാലൻസ്, ബാങ്ക് ബാലൻസ് അടക്കം സക്കാത്ത് കമ്മിറ്റികളിൽ ഉള്ളത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വർഷത്തെ സമ്പന്നരായ ആളുകളിൽ നിന്ന് സക്കാത്ത് പിരിച്ചു കൊണ്ടുപോയിട്ട് അത് ബാങ്കിലിടുക. എന്നിട്ട് അടുത്ത വർഷം സക്കാത്തിന്റെ കണക്ക് അവതരിപ്പിക്കുമ്പോൾ ബാങ്കിലിട്ടതിന്റെ ഇൻട്രസ്റ്റ് ഇത്രയാകുന്നു എന്ന് കണക്ക് വായിക്കത്തക്ക വിധത്തിൽ അപകടകരമായ ഒരു സംവിധാനങ്ങളായി പലപ്പോഴും ഇത്തരം സക്കാത്ത് കമ്മിറ്റികൾ മാറുന്നതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാനൊരു ഉദാഹരണം പറയാം. 1983 ഓഗസ്റ്റ് 3 ബുധനാഴ്ച മാതൃഭൂമി ദിനപത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സക്കാത്ത് വിതരണത്തെ വലിയ ഹൈലൈറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ശാന്തപുരം മഹല്ല് മാതൃക കാട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വെച്ചത് എങ്ങനെയാണ് ഇവർ സക്കാത്ത് വിതരണം ചെയ്യുന്നത് എന്നതിൻ്റെ ഇപ്പോൾ തുടങ്ങിയതല്ല, ഇപ്പോൾ സമൂഹത്തിൽ ഇത് വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ ഗുരുവര്യന്മാരായ ക്രാന്തദർശികളായ പരിപക്വരായ നമ്മുടെ ഉലമാക്കൾ ഇതിനെ എതിർത്തപ്പോഴാണ് ഈ സമൂഹത്തിൽ ഇത് പലപ്പോഴും അത് മുന്നോട്ട് വന്ന പലതും പിന്നോട്ടടിക്കാൻ കാരണം. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു, ശാന്തപുരം മഹല്ല് ജമാഅത്തെ ഇസ്ലാമിയുടെ വത്തിക്കാൻ എന്ന് പറയത്തക്ക വിധത്തിൽ പെരിന്തൽമണ്ണക്കടക്ക് അടുത്ത് നിലകൊള്ളുന്ന ഒരു മഹല്ലാണ് ശാന്തപുരം എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളൊക്കെ അവിടെയാണുള്ളത്. ഈ ശാന്തപുരം മഹലിനെ കുറിച്ച് പറയുകയാണ്, ശാന്തപുരം മഹല്ല് മാതൃക കാട്ടി. ഇതാണ് മാതൃഭൂമിയിൽ വന്ന വാർത്ത. ഇങ്ങനെ: കുപ്പയ്യൻ എന്ന ഹരിജൻ സഹോദരന് പട്ടിക്കാട് ചുങ്കത്ത് വെച്ച് തെങ്ങിൻ തൈ സക്കാത്ത് ചെയ്ത് ശാന്തപുരം മഹല്ല് മാതൃക കാട്ടി. കുപ്പയ്യൻ എന്ന ഹരിജൻ സഹോദരന് തെങ്ങിൻ തൈ സക്കാത്ത് നൽകി ശാന്തപുരം മഹല്ല് മാതൃക കാട്ടി. അടുത്ത വർഷം വിത്തും വളവും കൊടുക്കാൻ പരിപാടിയുണ്ടെന്ന് മഹല്ല് കമ്മിറ്റി പറഞ്ഞു. എന്താണ് ഇസ്ലാമിലെ സക്കാത്ത്? എന്താണ് ഇസ്ലാമിലെ സക്കാത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഇതൊരു ഇസ്ലാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് എന്നത് പവിത്രമായ ഒരു സംഭവം. കുപ്പയ്യൻ എന്ന ഹരിജൻ സഹോദരൻ പോകട്ടെ, മുസ്ലിങ്ങളിലെ സാദാത്ത്, സയ്യിദന്മാർ, തങ്ങന്മാരെന്ന് വിളിക്കുന്ന ആളുകൾക്ക് പോലും
സകാത്ത് കൊടുക്കാൻ പാടില്ലെന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ള മതമാണ് വിശുദ്ധ ഇസ്ലാം. തന്റെ പേരമകനായ സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു സകാത്തിന്റെ കാരക്ക മദീനത്തെ പള്ളിയിൽ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോ ആ സകാത്തിന്റെ കാരക്കയിൽ നിന്ന് ഒരു കാരക്ക എടുത്ത് മഹാനായ പരിശുദ്ധ പ്രവാചകന്റെ പൗത്രനായ ഹസൻ റളിയല്ലാഹു അൻഹു ഒരു കാരക്ക എടുത്ത് വായയിലിട്ടപ്പോ ആ വായയിൽ കൈയിട്ടിട്ട്, മോനെ ഇത് സകാത്തിന്റെ സ്വത്താണ്, സകാത്തിന്റെ കാരക്കയാണ്, നമുക്ക് മുഹമ്മദീയ കുടുംബത്തിന് സകാത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. സകാത്ത് ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നത് കൃത്യമാണ്. വിശുദ്ധ ഖുർആനിന്റെ ഖണ്ഡിതമായ വചനമാണ്. സൂറത്തു തൗബയിൽ അല്ലാഹു പറയുന്നത് കാണാം, ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകിൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീലി ഫരീദതൻ മിനല്ലാഹ്. ഇത് അല്ലാഹു കണക്കാക്കിയതാണ്. 8 വിഭാഗം ആളുകൾക്കാണ് ഇസ്ലാമിൽ സകാത്ത്. ഇവർക്ക് മാത്രമാണ് സകാത്ത് കൊടുക്കേണ്ടത്. പള്ളിക്ക് കൊടുത്താൽ സകാത്ത് വിടുകയില്ല, മദ്രസക്ക് കൊടുത്താൽ വിടുകയില്ല, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്, ഹോസ്പിറ്റലുകൾക്ക്, ക്യാൻസർ സെന്ററുകൾക്ക്, ഡയാലിസിസ് സെന്ററുകൾ, ഇതൊക്കെ ഈ നാട്ടിൽ പ്രവർത്തിക്കണം. പക്ഷേ അതിന് ഈ നാട്ടിലെ സകാത്ത് അല്ല കൊടുക്കേണ്ടത്. ഇസ്ലാം ഖണ്ഡിതമായി വ്യക്തമായി പറഞ്ഞു, ഒരു നാട്ടിലെ സമ്പന്നരായ ആളുകളുടെ സകാത്ത് കൊണ്ട് ആ നാട്ടിലെ പാവങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ സ്വതക്കയായി മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നത്. അപ്പൊ ഇതൊക്കെ സ്വതക്കയിൽ നിന്നാണ് നടക്കേണ്ടത്. സകാത്ത് എന്ന് പറയുന്നത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ആളുകളിലേക്കുള്ളതാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക അങ്ങനെ ഒന്നുമല്ല. മീഡിയ 1 ചാനലിന് സകാത്ത് കൊടുക്കാത്തക്ക വിധത്തിൽ ഒരു പ്രസ്ഥാനം മാറി എന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിക്കുക. MIT മൂസയിൽ അവതരിപ്പിക്കുന്ന ഇപ്പൊ സാധനം ഉണ്ടോന്ന് അറിയില്ല, അതില് കോമഡി കാണിക്കുന്ന ഈ സമുദായത്തിലെ മനുഷ്യരെ പച്ചക്ക് എന്താ പറയാ, ആരും ആ നാട്ടില്, നമ്മൾ നരിക്കുനിയിൽ വെച്ചാണ് സംസാരിക്കുന്നത്, ഇവിടുത്തെ സ്ലാങ് ആണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതിന് സകാത്ത് കൊടുത്തിട്ടാണ് ഈ മനുഷ്യർ ഈ പ്രസ്ഥാനത്തെ കൊണ്ടുവന്നത് എന്ന് അതിന്റെ മുൻ ശൂറ അംഗം പറയുകയാണ്. അതുപോലെ പ്രബോധനത്തിൽ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ നാട്ടിൽ മദ്രസയിലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് സകാത്തിന്റെ ഫണ്ട് ഉപയോഗിക്കാമോ? അതിന് പുസ്തകത്തിൽ കൊടുക്കുന്ന മറുപടി, ജമാഅത്തെ ഇസ്ലാമി വിതരണം ചെയ്യുന്ന പുസ്തകങ്ങളിൽ കൊടുക്കുന്ന മറുപടി, മദ്രസയിലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് സകാത്തിന്റെ ഫണ്ട് ഉപയോഗിക്കാവുന്നതാണ്, സകാത്ത് ഉപയോഗിക്കാവുന്നതാണ്, ഫീ സബീലില്ലാഹ് എന്ന വകുപ്പിൽപ്പെടുത്തിയാൽ മതി. നമ്മളിത് എതിർക്കുമ്പോ പലപ്പോഴും ജമാഅത്ത് അല്ലെങ്കിൽ വഹാബി സഹോദരങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്ക് അവരോട് എന്തോ ഒരു വിരോധം ഉണ്ടായതിന്റെ പേരിലാണ് ഇതൊക്കെ പറയുന്നത് എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ സകാത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ച് അങ്ങനെ കൊടുക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ, അതിന് മതപരമായ വകുപ്പുണ്ടായിരുന്നുവെങ്കിൽ, ആദ്യം മുന്നിൽ നിൽക്കുക കേരളത്തിലെ സുന്നി സംഘടനകളായിരിക്കും. ജമാഅത്തെ ഇസ്ലാമി കളക്ട് ചെയ്യുന്ന സകാത്ത് ഫണ്ടിന്റെ അനേകായിരം ഇരട്ടി ഫണ്ട് ഓരോ മഹല്ലിൽ നിന്നും സകാത്തിന്റെ വകയിൽ കളക്ട് ചെയ്യാനും സമൂഹത്തിൽ സ്വരൂപിക്കാനും വിതരണം ചെയ്യാനും സാധിക്കത്തക്ക വിധം മാനവ വിഭവശേഷിയും മറ്റെല്ലാ വിധത്തിലുള്ള ശേഷിയും കഴിവും സംവിധാനങ്ങളും ഉള്ളവരാണ് കേരളത്തിലെ സുന്നി സംഘടനകൾ. പക്ഷേ നമ്മൾ ആരും അതിനത് മെനക്കെടാത്തത് എന്തുകൊണ്ടാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പോലെയുള്ള സംവിധാനങ്ങൾ അതിന് മെനക്കെടാത്തത് എന്തുകൊണ്ടാണ്? ഇതൊരു ഇബാദത്താണ്, ഇതൊരു ആരാധനാകർമ്മമാണ്. ഈ ആരാധനാകർമ്മത്തെ കളങ്കപ്പെടുത്തുക എന്നത്, ഇത് മലീമസമാകുക എന്നത് ഒരിക്കലും അനുവദിക്കപ്പെട്ടുകൂടാ. കാരണം ഇത് ദീനിന്റെ ഒരു ഷിആറാണ്, ഒരു ചിഹ്നമാണ്. ആ നിലക്ക് അത് കൈകാര്യം ചെയ്യപ്പെടണം. കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ സകാത്ത് കമ്മിറ്റിയെ ന്യായീകരിച്ചിട്ട് തെക്കൻ കേരളത്തിൽ നിന്ന് ഒരു മൗലവി പ്രസംഗിച്ചത്, ഇസ്ലാമിലെ ആരാധനകൾ നോക്കൂ, നിസ്കാരം സംഘടിതമല്ലേ, നോമ്പ് സംഘടിതമല്ലേ, സകാത്ത് സംഘടിതമായിക്കൂടെ,
കേൾക്കുമ്പോൾ ആളുകൾ ചോദിക്കും, ശരിയാണല്ലോ, നിസ്കാരം സംഘടിതമല്ലേ? ഇസ്ലാമിൽ ജമാഅത്തായി നിസ്കരിക്കാനുള്ള വകുപ്പുകളുണ്ട്. ജുമുഅ നിസ്കാരം ഒഴികെയുള്ള ഏത് നിസ്കാരവും ജമാഅത്തായി നിർവഹിച്ചിട്ടില്ലെങ്കിലും, സംഘടിതമായി നിർവഹിച്ചിട്ടില്ലെങ്കിലും നിസ്കാരമാകും. ജുമുഅ നിസ്കാരത്തിൽ നിർബന്ധമാണ്. എന്നാൽ നോമ്പ് സംഘടിതമാകുന്നത് എങ്ങനെയെന്ന് ഈ മൗലവിമാർ എങ്ങനെയായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. അവിടെ പറയാണ്, നോമ്പ് സംഘടിതമല്ലേ, ഹജ്ജ് സംഘടിതമല്ലേ, സകാത്ത് സംഘടിതമായിക്കൂടെ? ഇസ്ലാം ആരാധനാ കർമ്മങ്ങൾക്കൊക്കെ ഓരോ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്, ഓരോ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഞാൻ ഒരൊറ്റ വിഷയവും കൂടി കൂട്ടിച്ചേർത്ത് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സകാത്ത് കമ്മിറ്റിയുടെ സംവിധാനങ്ങളെ എതിർക്കുമ്പോ അതിനർത്ഥം ഈ നാട്ടിലെ റമദാൻ തൊട്ടു മുമ്പിൽ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നു. റമദാൻ തൊട്ടു മുമ്പിൽ വരാനിരിക്കുമ്പോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ എങ്ങനെയാണ് സക്കാത്ത് വിതരണം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുകൂടി നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. അത് കുറിച്ച് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഓരോ മഹല്ലുകളിലും സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട, സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. അതുപോലെ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. സക്കാത്ത് കൊടുക്കാനും വാങ്ങാനും അർഹതപ്പെട്ടവർക്കിടയിൽ മൂന്നാം കക്ഷിയായി, മീഡിയേറ്റർ ആയിട്ടാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി വരുന്നത്, അല്ലെങ്കിൽ സക്കാത്ത് കമ്മിറ്റി വരുന്നത്, ബൈത്തുൽ സക്കാത്ത് വരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. സത്യത്തിൽ ഈ ബിദഅഴികൾ മീഡിയേറ്റർമാരെ, മധ്യവർത്തികൾ പാടില്ല എന്ന് പറയുന്നവരാണ്. നിങ്ങൾ പ്രാർത്ഥന അള്ളാഹിനോട് നേരിട്ട്, അള്ളാഹിന്റെയും മനുഷ്യരുടെയും ഇടയിൽ ഒരു മീഡിയേറ്റർ വേണ്ട, ആരാധനകളിൽ വേണ്ട, പ്രാർത്ഥനകളിൽ വേണ്ട. അങ്ങനെ വെക്കുന്നത് ഷിർക്കാണ്, തെറ്റാണ്, പാഗനിസമാണ്, ഇസ്ലാമിന്റെ പുറത്തു പോകുന്ന കാര്യമാണ് എന്നാണ് ഇവർ വാദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇബാദത്തുകളിൽ മീഡിയേറ്റർമാരെ വാങ്ങാൻ പാടില്ല, പ്രാർത്ഥനകളിൽ മീഡിയേറ്റർമാരെ പാടില്ല എന്ന് പറയുന്നവർ സക്കാത്തിന്റെ ഇടയിൽ മീഡിയേറ്റർമാരായി വരികയാണ്, മധ്യവർത്തികളായി വരികയാണ്. ഇവിടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹല്ലുകളിൽ സക്കാത്ത് വളരെ വ്യവസ്ഥാപിതമായി വിതരണം ചെയ്യാവുന്ന, വിശുദ്ധ ദീനിന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങുന്ന വിധത്തിൽ, വിശുദ്ധ ഇസ്ലാമിന്റെ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രങ്ങളുടെ ചട്ടക്കൂടിൽ ഒതുങ്ങുന്ന വിധത്തിൽ ഒരു മൂന്നാം കക്ഷിയായ, മീഡിയേറ്ററായ സക്കാത്ത് കമ്മിറ്റിയുടെ ഇടപെടലില്ലാതെ നമുക്ക് സക്കാത്ത് വിതരണം ചെയ്യാൻ പറ്റും. അതിന്റെ വിതരണത്തിന്റെ ഒരു രീതി, നമ്മുടെ നാട്ടിലെ മഹല്ലു കമ്മിറ്റി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വിശ്വസ്തനായ പള്ളിയിലെ ഇമാം, ഈ ഇമാം നാട്ടിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട കച്ചവടക്കാരെ, സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട വ്യവസായികളെ, സമ്പന്നരെ, അവരോട് പറയുക, ഇതാ ഈ വർഷം നിങ്ങളെല്ലാവരും സക്കാത്ത് കൊടുക്കേണ്ടത്, ഈ വർഷം നിങ്ങളെല്ലാവരും സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ഇതാ നിശ്ചിത പാവപ്പെട്ട ആളുകളുണ്ട്. ഈ പാവപ്പെട്ട ഇന്ന വ്യക്തികൾക്കാണ്, ഇന്ന കുടുംബത്തിനാണ് നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം. അപ്പൊ ആ നാട്ടിലെ മഹല്ലിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിൽ, മഹല്ലിന്റെ സ്ഥിതി വിവരണ കണക്കുകളിൽ ഉണ്ടാകും മഹല്ലിലെ ഏറ്റവും പാവപ്പെട്ടവരാരാണ് എന്ന് ആ മഹല്ലിലെ ജമാഅത്ത് കമ്മിറ്റിക്ക്, മഹല്ല് കമ്മിറ്റിക്ക് കൃത്യമായി അറിയും. അപ്പൊ അവര് നിർദ്ദേശിക്കാണ്, ഈ വർഷം ഈ നാട്ടിൽ സക്കാത്ത് കൊടുക്കുന്നവരെല്ലാം ഇന്ന കുടുംബങ്ങൾക്ക് കൊടുക്കണേ. അങ്ങനെ നിശ്ചിതമായ കുടുംബങ്ങൾക്ക് കൊടുത്താൽ അവിടെ ഒരു മീഡിയേറ്റർ ഇല്ല, ഒരു മധ്യവർത്തിയില്ല, ഒരു കമ്മിറ്റി ഇല്ല. സക്കാത്തിന്റെ മുതലാളിമാർ അതിന്റെ അവകാശികൾക്ക് നേരിട്ട് കൊടുക്കുന്നു, നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ മഹല്ല് ജമാഅത്തുകള് അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദ് ആ നാട്ടിലെ സമ്പന്നരായ ആളുകളോട്, നിങ്ങൾ ഈ നാട്ടിലെ ഇന്ന ആളുകൾക്ക് ഇത്ര കണ്ട് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ആ വർഷം ആ നാട്ടിലെ ആ പാവപ്പെട്ട കുടുംബത്തെ അവരനുഭവിക്കുന്ന വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ കഴിയും. എന്നാൽ ഫിഖ് നിർദ്ദേശിച്ച, മതം നിർദ്ദേശിച്ച, ഇസ്ലാം നിർദ്ദേശിച്ച ആ ചിട്ടവട്ടകൾ പാലിക്കാനും സാധിക്കും. ഒന്ന്. അല്ലെങ്കിൽ രണ്ടാമത്, സക്കാത്ത് വ്യവസ്ഥാപിതമായി ഇത്തരം ചൂഷണ ശക്തികളുടെ ഇടപെടലുകൾ ഇല്ലാതെ വ്യവസ്ഥാപിതമായി സക്കാത്ത് വിതരണം ചെയ്യാവുന്ന രണ്ടാമത്തെ മാർഗമാണ്
ആ നാട്ടിലെ വിശ്വസ്തനായ ഒരാളെ നാട്ടിലെ സമ്പന്നരായ ആളുകൾ എല്ലാവരും കൂടി വക്കീലാക്കുക എന്നത്. സക്കാത്തിന്റെ വിതരണത്തിന് നിർണിതനായ മുഅയ്യനായ ഒരു വ്യക്തിയെ, വിശ്വസ്തനായ ഒരു വ്യക്തിയെ വക്കാലത്താക്കുക എന്നത്. ഒരു വ്യക്തിയെ, മുഅയ്യനായ ഒരു വ്യക്തിയെ ഒരു കമ്മിറ്റിക്ക് അങ്ങനെ അത് വിതരണം ചെയ്യാൻ നമ്മുടെ ഫിഖ്, നമ്മുടെ നിയമപരമായി അനുവാദമില്ല. കാരണം വക്കാലത്ത് എന്ന് പറയുന്നത് അത് ഒരു നിശ്ചിത വ്യക്തിയാകണം, മുഅയ്യനായിട്ടുള്ള ആളുകളാകണം എന്നത് നിർണിതമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് വ്യവസ്ഥാപിതമായി വിതരണം ചെയ്യാവുന്നത് ആ നാട്ടിലെ ഇമാമിനെ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയിലെ ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തിയെ നാട്ടിലെ സക്കാത്തിന്റെ ദായകന്മാർ, മുതലാളിമാരെല്ലാവരും വക്കാലത്താക്കുന്നു. എന്നിട്ട് ആ വ്യക്തി അവകാശികളായ ആളുകൾക്ക് വിതരണം ചെയ്യുന്നു. ഇങ്ങനെ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ നമ്മുടെ മഹല്ലുകളിൽ സക്കാത്ത് വിതരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ഇബാദത്തുകളെ ഓരോന്നിനെയും ഈ വിധത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള, അതുപോലെ വഹാബികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചൂഷണം ചെയ്യുമ്പോൾ നമ്മുടെ നോമ്പ് ഫസാദാക്കാൻ, നമ്മുടെ നിസ്കാരം ഫസാദാക്കാൻ, നമ്മുടെ ഈമാനിനെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിതാന്ത ജാഗ്രതയോടെ വിശ്വാസികളെ നിങ്ങൾ കരുതിയിരിക്കണേ എന്ന് പറയാനുള്ള ഒരു ജാഗ്രതയുടെ ഒരു കാവലിരിപ്പിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ നാട്ടിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കുറെ മദ്രസകളും പള്ളികളും നടത്തുക എന്നതിനപ്പുറത്ത് ഈ നാട്ടില് ഇவ்விதം നമ്മുടെ ഈമാനിനെയും ഇബാദത്തുകളെയും ഒക്കെ ചൂഷണം ചെയ്ത് തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ബിദ്അത്തിന്റെ തസ്കരക്കൂട്ടങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോ അതിനോട് പറയാനും ഇതിന്റെ ശരിയായ വഴികൾ ഓർമ്മിപ്പിച്ചിട്ട് ഈ ഉമ്മത്തിന്റെ ഈമാനിനെ കാവൽ നിൽക്കാനുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലകൊള്ളുന്നത്. ഓരോ കാലഘട്ടത്തിലും അതിന്റെ പണ്ഡിതന്മാർ ഇൽമിലും തഖ്വയിലും വറയിലും മുന്നിൽ നിന്ന മഹാന്മാർ നയിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഒരു നൂറ്റാണ്ടുകാലമായി കേരളത്തിൽ നിലനിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമ്മുടെ അടുത്ത തലമുറകൾക്ക് ഈ ദീൻ അതിന്റെ പ്യൂരിറ്റിയോടെ കൈമാറപ്പെടണമെങ്കിൽ, ഈ മതം അതിന്റെ സംശുദ്ധിയോടെ കൈമാറപ്പെടണമെങ്കിൽ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ഗാംഭീര്യത്തോടെ, അതിന്റെ സർവ്വ സംവിധാനങ്ങളോടുകൂടി ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അതിന്റെ നേതൃത്വത്തിന്, അതിന്റെ സംവിധാനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം പിന്തുണകൾ ഉണ്ടാകണേ, നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ സഹായങ്ങൾ ഉണ്ടാകണേ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.